അതുപോലെ തന്നെ ഇമാം മാലിക് റഹിമഹുല്ല ബിദ്അത്ത് ചെയ്യുന്ന, ബിദ്അത്ത് കൊണ്ടുവരുന്നവനെ കുറിച്ച് ഇമാം മാലിക് റഹിമഹുല്ല പറയുന്ന ഒരു വാക്കുണ്ട്, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമിൽ ബിദ്അത്തൻ, ഒരു മനുഷ്യൻ ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു ബിദ്അത്തിനെ കൊണ്ടുവരികയാണ്, അതിനെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഫറആഹ ഹസനതൻ, അതിനെ നന്മയായി കണ്ടുകൊണ്ട് ആ ജീവിതത്തിൽ ഇങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ അവൻ വാദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഫഖദ് സഅമ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഖാന റിസാലതഹു, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ 23 വർഷക്കാലം കൊണ്ട് നടത്തിയ പ്രബോധനം അത് പൂർത്തിയായിട്ടില്ല എന്നാണ് അവന്റെ വാദം. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ആ രീതിയിലേക്ക് പോകരുത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നുണ്ട്, എനിക്ക് ശേഷമുള്ള ഒരു കാലഘട്ടം വരാനുണ്ട്, ആ കാലഘട്ടത്തിൽ ഫസയുറാ ഇഖ്തിലാഫൻ കസീറ, നിങ്ങൾക്ക് ഒരുപാട് വിയോജിപ്പുകളും ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, പ്രവാചകന്റെ സുന്നത്ത് നമ്മുടെ മുൻപിലുണ്ട്. പ്രവാചകൻ പറഞ്ഞത് ഫതമസ്സകൂ, നിങ്ങൾ അതിനെ മുറുകെ പിടിക്കുക എന്നാണ് നിങ്ങളോട് പറയാനുള്ളതും. പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ബിദ്അത്തിനെതിരെ പോരാടാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം. സത്യമായി മനസ്സിലാക്കി ബിദ്അത്തിനെ ചെറുത്ത് നിൽക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നാഥൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.